ഹോർമുസിൽ തുടരുന്ന സംഘർഷത്തെ പറ്റി കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. അതിപ്പോൾ അമേരിക്ക നൽകിയ 3 ദിവസത്തെ അന്ത്യശാസനം, അതിൽ നിന്ന് തന്നെ അമേരിക്ക പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ച. അതായത് സംഘർഷങ്ങൾക്ക് വലിയ രീതിയിൽ അയവ് വന്നിട്ടില്ലെങ്കിലും ഒരു ആക്രമണങ്ങളിലേക്ക് പോകുമോ എന്നുള്ളൊരു ഭയം, അത് തൽക്കാലം ഒഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുമോ? ജിൽസി, പൂർണ്ണമായിട്ടും പറയാൻ സാധ്യമല്ല. കാരണം ട്രംപാണ് നിരന്തരമായിട്ട് അദ്ദേഹം നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 3 ദിവസത്തെ ഒരു സാവകാശമാണ് നൽകുന്നത്. അത് കഴിഞ്ഞാൽ ഉടൻ ആക്രമണം പുനരാരംഭിക്കുമെന്നായിരുന്നു 2 ദിവസം മുമ്പ് വരെ ട്രംപ് പറഞ്ഞത്. ഇന്നലെ വൈകിട്ടാണ് അദ്ദേഹം പറയുന്നത് ഹോർമുസ് കടലിടുക്ക് പൊടുന്നനെ തുറക്കുക എന്നത് തന്റെ നീക്കമല്ല. അതോടൊപ്പം തന്നെ ഇറാനുമായിട്ട് ഒരു കരാറിലെത്താൻ ഒരുപക്ഷെ കൂടുതൽ സമയം വേണ്ടി വന്നേക്കുമെന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും തിരക്കിട്ട ചർച്ചകൾ തുടരുന്നു എന്നതാണ് ഇതിലെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത. പാക് ആഭ്യന്തരമന്ത്രി മുഹ്സിൻ നഖ്വി തെഹ്റാനിൽ തന്നെ തങ്ങുകയാണ്. പുതിയ അമേരിക്കൻ നിർദ്ദേശവുമായിട്ടാണ് അദ്ദേഹം ഇന്നലെ തെഹ്റാനിലെത്തുകയും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഉൾപ്പെടെയുള്ളവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരിക്കുന്നത്. ആ ചർച്ചകളിൽ പുരോഗതി ഉണ്ടെന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. പക്ഷേ നിലപാടുകളിൽ ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചക്കും ഒരുക്കമല്ല എന്ന ആ പ്രഖ്യാപിത നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇറാനിയൻ നേതൃത്വം. രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിന്റെ ആ നിലപാട് എന്നത് യുറേനിയം സമ്പുഷ്ടീകരണം മുന്നോട്ട് കൊണ്ടുപോകും. സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കക്ക് വിട്ടുകൊടുക്കുകയില്ല. ഹോർമുസ് കടലിടുക്കിന് മേലുള്ള തങ്ങളുടെ പരമാധികാരം അതേ സ്വഭാവത്തിൽ തന്നെ മുന്നോട്ട് പോകും. അതിൽ ഒരു ശക്തിക്കും തങ്ങളെ തടയാനാവില്ല എന്ന ആ നിലപാട് തന്നെയാണ് അല്പം മുമ്പ് നടത്തിയ പ്രതികരണത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം ഉപാധികൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് തങ്ങൾ കീഴടങ്ങുമെന്ന് അമേരിക്ക കരുതുന്നുണ്ടെങ്കിൽ അത് മിഥ്യയാണ്. അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം ഏറ്റവും ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പിന് രാജ്യം സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഗൾഫ് മേഖലയും കടന്നുകൊണ്ട് ആ യുദ്ധം വ്യാപിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും രൂപപ്പെട്ടിട്ടുണ്ട് എന്ന വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇറാനിലെ രാഷ്ട്രീയ സൈനിക നേതൃത്വം ഒരേപോലെ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ആക്രമണത്തിൽ നിന്ന് പിന്മാറണമെങ്കിൽ ഒരു മാന്യമായിട്ടുള്ള ഒരു ഫോർമുല രൂപപ്പെടേണ്ടതുണ്ട്. ആ ഫോർമുല രൂപപ്പെടുത്താനാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങളുമായിട്ട് അമേരിക്ക കിണഞ്ഞ് പരിശ്രമിക്കുന്നത്. അത് പരാജയപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആക്രമണം പുനരാരംഭിക്കുമെന്ന മുന്നറിയിപ്പും പതിവ് പോലെ തന്നെ ട്രംപ് നൽകുന്നുണ്ട്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിക്കപ്പുറം ഇനി വിട്ടുവീഴ്ച വേണ്ടതില്ല. ആക്രമണമാണെങ്കിൽ അതിന് നേരിടാൻ തയ്യാറാവുക എന്നൊരു സന്ദേശം തന്നെയാണ് രാഷ്ട്രീയ സൈനിക നേതൃത്വം ഒരുപോലെ താഴേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്.